യൂട്യൂബിന് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വീഡിയോ ഇടുന്നുള്ളത്. യൂട്യൂബ് ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കും. ഇതുപോലെ സ്ക്രീനിൽ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ശരിയായ ഓഡിയൻസിലേക്ക് നിങ്ങളുടെ വീഡിയോസ് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യൂട്യൂബിൽ പല പല മാറ്റങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. യൂട്യൂബിൻ്റെ അപ്ഡേഷന് ഓരോ വർഷം അല്ലെന്ന് 6 മാസം കൊണ്ടുള്ള അപ്ഡേഷൻ വരാറുണ്ട്. അപ്പോൾ പഴയ ക്രിയേറ്റേഴ്സ് എല്ലാം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ പല പല റീസൺസും അതിന് പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞ കാരണങ്ങളൊന്നും ഇപ്പോൾ വാല്യൂ ഇല്ല. കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂസ്ഡ് കണ്ടന്റ് വരുന്നത്. ഞാനും ഇതേ സെയിം വീഡിയോസ് ഓൾറെഡി മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. യൂട്യൂബിൽ നിങ്ങളിങ്ങനെ ഫോട്ടോ ജനറേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇട്ടാൽ മതി, വോയിസ് ഓവർ കൊടുക്കേണ്ടില്ല, മ്യൂസിക് ഇടേണ്ടി വരിക. ഞാനും ചിലപ്പോൾ മുമ്പ് ഒരു 5, 6, 7, 8 മാസം മുമ്പെല്ലാം ഇട്ട വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ യൂട്യൂബ് പറയുന്നത് മുമ്പ് ഷോർട്സിനെല്ലാം ഏറ്റവും കൂടുതൽ ടാഗിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ഏറ്റവും നല്ല ട്രെൻഡിങ് ടാഗുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീഡിയോ ഓടും. അങ്ങനത്തെ ഒരു ഘട്ടമുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാവരും ടാഗിനെ കുറിച്ചിട്ടും കീവേഡിനെ കുറിച്ചിട്ടും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും കിട്ടാൻ വേണ്ടിയിട്ട്. അതിനും ഒരു റീസൺ ഉണ്ടായിരുന്നു. മുമ്പ് കൂടുതൽ ആൾക്കാരും തംബ്നെയിലിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഞാനും മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. തംബ്നെയിലിൽ നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് കിട്ടും, മാസ് പ്രൊഡക്റ്റ് കണ്ടന്റ് ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ അത് വരുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ജിമെയിലോ മെയിലിലോ ഒന്നും അറിയത്തില്ല. നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് ഇട്ട് ഫേസ് കാണിക്കണമെന്ന് അറിഞ്ഞിട്ടില്ല, ഫേസ് കാണിക്കാത്ത പല ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ലോങ്ങിൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സൂം ആക്കിയിട്ട് ചെറുതാക്കാൻ പറ്റും. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ സൂം ചെയ്തിട്ട് അതിന് ചെറുതാക്കിയിട്ടാണ് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാമറ അങ്ങനെ 2 ഫോണോ 3 ഫോണോ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ പോർഷൻ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുള്ളത് ആ പോർഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്.